ഹലോ, അസ്സാം വലൈക്കും. എല്ലാവരും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേരെ ഫ്ലൈറ്റ് കയറി വന്നതാണ്. ഇക്കാൻ്റെ സിസ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം എവിടെ നിന്നാണ് വന്നത്, എന്താണ് റെസിപ്പി എന്നുള്ളതൊക്കെ കണ്ടാലോ. ഒരു പാട്ടില്ലേനോ, ഖത്തറിൽ നിന്നും, ആ ഒരു പാട്ട് നിങ്ങൾക്കറിയോ? ഫുള്ളറിയില്ല, ഒരു 4 വരി അറിയാം. അറിയുന്നതൊന്ന് പാടുമോ? നോക്കാം. ഖത്തറിൽ നിന്നും വന്ന കത്തിന് അത്തറ് മണക്കുന്ന കത്ത് പഠിച്ചൊരു സുന്ദരി ബീവി മുത്തി മണക്കുന്ന കത്തിനുള്ളിൽ നിന്നും മുഹബത്ത് പരക്കുന്നു, കത്തിനുള്ളിൽ നിന്നും മുഹബത്ത് പരക്കുന്നു, കാത്തിരുന്ന പെണ്ണിൻ കണ്ണിൽ മത്ത് പിടിക്കുന്നു, അവൾ കിനാവ് കാണുന്നു. ഖത്തറിൽ നിന്നും വന്ന കത്തിന് അത്തറ് മണക്കുന്ന കത്ത് പഠിച്ചൊരു സുന്ദരി ബീവി മുത്തി മണക്കുന്ന. നനയ്ക്കുന്ന ഖത്തറിന് വന്ന കത്തിന് പകരമുള്ള മെസ്സേജിൽ വന്നത് നല്ലൊരു ചിക്കൻ ഡ്രം സ്റ്റിക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ചിക്കൻ ഡ്രം സ്റ്റിക്കിൻ്റെ, ഖത്തറിൽ നിന്ന് വന്ന ഡ്രം സ്റ്റിക്കിൻ്റെ റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഡ്രം സ്റ്റിക്കിൻ്റെ റെസിപ്പിയും അത് നമുക്ക് ഷെയർ ചെയ്ത ആളെ ഒന്ന് കണ്ടാലോ. അസ്സലാമു അലൈക്കും. ഞാൻ റഹീന ജലീൽ, ഖത്തറിൽ നിന്നാണ്. ഞാൻ ഇന്നൊരു റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്ക്. അതിന് ഫസ്റ്റ് ഓയിൽ ഒഴിക്കുക. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സവാള, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ അത് കോട്ട് ചെയ്യാനുള്ള പൊട്ടറ്റോ, കോളിഫ്ലവർ, ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഗ്രേറ്റ് ചെയ്തത്. ഓയിൽ ചൂടായി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇടുക, പച്ചമുളക് ഇടുക. എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പിടുക. ഉള്ളി ചെറുതായി വാടി വന്നതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത്. കോളിഫ്ലവർ വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ. മസാലൻ്റെ പച്ചമണമെല്ലാം മാറി. ഇനി കുറച്ച് ക്യാപ്സിക്കം ഇടുക. അതിന് ശേഷം പൊട്ടറ്റോ ഇട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇനി അടുത്തത് ചിക്കൻ ഇടുക. മിക്സായി. ഇനി മല്ലിച്ചപ്പിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഉരുളയാക്കി അതിനുള്ളിൽ ഇതാക്കി മുട്ടയിൽ മുക്കുക. ചിക്കൻ്റെ ഒക്കെ നല്ല രൂപത്തിലാക്കുക. എല്ലാം ഒട്ടിക്കഴിഞ്ഞ് ഇനി നല്ല ഓയിൽ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക.
നമുക്ക് കോരി മാറ്റാം. വളരെ ഈസി റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്യുക. നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ തിന്നാം. അങ്ങനെ നമ്മുടെ ഡ്രം സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഖത്തറിന് വന്ന ഡ്രം സ്റ്റിക്കിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.